الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഉ, നിങ്ങൾ സ്വർഗീയ പൂന്തോപ്പിനരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ, അതിനരികിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കയറി മേനുകൊള്ളുക. അഥവാ അവിടങ്ങളിലുള്ളതെല്ലാം നിങ്ങൾ ഭക്ഷിക്കുകയും കഴിക്കുകയും ചെയ്യുക. ഈ സന്ദർഭത്തിൽ സഹാബികൾ ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലെ, എന്താണ് സ്വർഗീയ പൂന്തോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിലഖുൽ ദിക്ർ, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുന്ന സദസ്സുകൾ, അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ കിതാബും സുന്നത്തും അത് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സുകൾ, അതാണ് റിയാദുൽ ജന്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ദിക്റിന്റെ മജ്ലിസുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത് ഒരു സ്വർഗീയ പൂന്തോപ്പിനോടാണ്. ഒരു സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ മനസ്സ് അങ്ങേയറ്റം ആനന്ദത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും. അതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുകയും അള്ളാഹുവിന്റെ ദിക്ർ അതിലായി മുഴുകുകയും അത് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയം അതെപ്പോഴും ആനന്ദത്തിലും സന്തോഷത്തിലുമായിരിക്കും. മഹാനായ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖദാ ഇലാ മസ്ജിദിൻ ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, ആരെങ്കിലും വല്ല നന്മ പഠിക്കുവാനോ അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനോ അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ, കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു, അവന് പരിപൂർണമായ ഹജ്ജ് നിർവഹിച്ച ഒരു വ്യക്തിയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ, പള്ളികളിലുള്ള മജ്ലിസുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ഒരു നിയ്യത്ത് നാം നമ്മുടെ മനസ്സിൽ കരുതിയാൽ അള്ളാഹുവിന്റെ പക്കൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നാദ്യമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സുകൾ അത് നാം ഒരിക്കലും പാഴാക്കാൻ പാടില്ല. അത് ലഭിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നാം അവിടെ പോയി ഇരിക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ഭക്ഷണമാണ് ഇൽമെന്ന് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചുമുള്ള പാഠങ്ങൾ അത് നമ്മുടെ ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ ഫിത്നകളും കുഴപ്പങ്ങളും എല്ലാം വർദ്ധിച്ച കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ, കുഴപ്പങ്ങളും ഫിത്നകളും ഉടലെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി മുന്നേറുക. എന്നിട്ട് പറഞ്ഞു, കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഒരു ഇരുട്ടുകുത്തിയ രാത്രിയെ പോലെയാണ് ഫിത്നകൾ. ചന്ദ്രനോ അതുപോലെ നക്ഷത്രമോ ഒന്നുമില്ലാത്ത ഒരു രാത്രി, ഇരുട്ട രാത്രി, അതെങ്ങനെയായിരിക്കുമോ അതുപോലെയാണ് ഫിത്നകൾ കടന്നു വരിക. സത്യവും അസത്യവും വേർതിരിച്ചറിയപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ഫിത്നകൾ കടന്നു വരും. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായി തീരുന്ന ഒരു കാലഘട്ടം. ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനായവൻ അവൻ നേരം പുലരുമ്പോഴേക്കും അവൻ തന്റെ ദീൻ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം. അത്രയും ഫിത്നകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി അവൻ തന്റെ ദീനിനെ വിൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ അത് നാം നിരന്തരമായി പഠിക്കുകയും അത് നാം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർ വിശ്വാസ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അടിസ്ഥാനങ്ങൾ അത് വിശദീകരിക്കുന്ന, അത് പ്രതിപാദിക്കുന്ന ധാരാളം കിതാബുകൾ, രചനകൾ അവർ നടത്തിയിട്ടുണ്ട്. ചിലർ കവിത രൂപത്തിലും മറ്റു ചിലർ ഗദ്യരൂപത്തിലുമെല്ലാം അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കവിതയാണ് അൽ ഖസീദത്തുൽ ലാമിയ്യ ലിശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കവിതയാണ് അൽ ഖസീദത്തുൽ ലാമിയ്യ എന്ന് പറയുന്ന കവിത. അതാണ് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസുകളിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേവലം 16 വരികളുള്ള ചെറിയ കവിതയാണ്.
നമുക്ക് വേണമെങ്കിൽ ഒരു നിമിഷ നേരം, ഒരു 5 മിനിറ്റ് കൊണ്ട് അത് വായിച്ചു തീർക്കാൻ കഴിയുന്നതാണ്. പക്ഷേ നാം ഉദ്ദേശിക്കുന്നത് അതിലെ പ്രധാന പാഠങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ട പാഠങ്ങൾ അത് വിശദീകരിക്കുവാനും അതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനങ്ങൾ, ഉസൂലുകൾ അതിലൂടെ പഠിക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം സൂചിപ്പിച്ചതുപോലെ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയിലേക്കാണ് ഈ കവിത ചേർക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അത് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേര് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ബിൻ അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യത്ത് അൽ ഹർവാനി. ഹിജ്റ 661 അദ്ദേഹം ജനിക്കുന്നത്. അങ്ങേയറ്റം വിജ്ഞാനത്തിന്റെ വലിയൊരു സമുദ്രമായിരുന്നു മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളിലും, അറബി ഭാഷയാകട്ടെ, ഖുർആനാകട്ടെ, അഖീദയാകട്ടെ, അങ്ങനെ ഏത് ശാഖകളിലും അദ്ദേഹത്തിന് അങ്ങേയറ്റം വിജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പകരം വെക്കാനുള്ള ഒരാൾ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ 18-ാമത്തെ വയസ്സിൽ 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഫത്വ കൊടുക്കാൻ അദ്ദേഹം യോഗ്യനായിരുന്നു. അത്രയും ചെറുപ്പത്തിൽ തന്നെ ദീനിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം അവഗാഹം നേടിയ വലിയൊരു പണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. ഇൽമും ജിഹാദുമായി അദ്ദേഹം വ്യാപൃതനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ സമയം കിട്ടിയില്ല. അത്രയും ഇൽമുമായി, വിജ്ഞാനവുമായി, ജിഹാദുമായി അദ്ദേഹം വ്യാപൃതനായിരുന്നു എന്നതാണ് വാസ്തവം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, രചനകൾ, 500 വോള്യം കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതി രേഖപ്പെടുത്തിയ കിതാബുകൾ അത് വായിച്ചു തീർക്കാൻ പോലും നമ്മുടെ ആയുസ് കൊണ്ട് കഴിയില്ല എന്നതാണ് സത്യം. അത്രയും ഇൽമിനു വേണ്ടി തന്റെ സമയവും തന്റെ ആയുസ്സും മുഴുവൻ മാറ്റിവെച്ച വലിയ പണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അദ്ദേഹം വലിയ പണ്ഡിതനായ അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ആബിദും ജാഹിദുമായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് ഒരു തടവറയിൽ വെച്ചിട്ടാണ്. ഹിജ്റ 728 അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം തടവറയിലായിരിക്കെ 80 തവണ അതല്ലെങ്കിൽ 81 തവണ അദ്ദേഹം ഖുർആൻ മുഴുവൻ ഖത്മ് ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഹിജ്റ 728 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. 67 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അപ്പോൾ നാം ഒരു കിതാബ് പഠിക്കുമ്പോൾ ആ കിതാബ് എഴുതിയ പണ്ഡിതൻ, അദ്ദേഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അദ്ദേഹം നമുക്ക് നൽകിയ, ഈ ഉമ്മത്തിന് നൽകിയ ഒരു സേവനമാണ്, ഒരു ഖിദ്മത്താണ് ഇത്തരത്തിലുള്ള കൃതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. 16 വരികളാണ് ഈ കവിതയിലുള്ളത്. ഈ കവിത അറിയപ്പെടുന്നത് അല്ലാമിയ്യ. അതിലെ ഓരോ വരികളും അവസാനിക്കുന്നത് ലാം എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാമിയ്യ എന്ന പേരിൽ ഈ കവിത അറിയപ്പെടുന്നത്. ഈ കവിതയിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാനങ്ങളാണ് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളോട്, അവരോട് എതിര് നിൽക്കുന്ന പ്രധാനപ്പെട്ട മസ്അലകളാണ് അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈമാൻ കാര്യങ്ങൾ അത് മുഴുവനായി ഉണ്ടാകണമെന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ, അവരോട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടെന്തായിരുന്നു, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഈ ചെറു കൃതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കവിത ആരംഭിക്കുകയാണ്. 1-ാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞു, യാ സായിലി അൻ മദ്ഹബി വഅഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു. അദ്ദേഹം പറയുകയാണ്, യാ സായിലി, എന്നോട് ചോദിക്കുന്നവനെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്റെ കവിത അദ്ദേഹം സ്വമേധയാ എഴുതിയതല്ല, മറിച്ച് ആരോ അദ്ദേഹത്തോട് ചോദിച്ചതാണ്. അദ്ദേഹത്തോട് വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ആരോ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചോദ്യത്തിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മിക്ക ഗ്രന്ഥങ്ങളും ഇങ്ങനെയാണ്. ആരുടെയെങ്കിലും ചോദ്യമോ ആരുടെയെങ്കിലും കത്തോ അങ്ങനെ വല്ല കാര്യങ്ങളുമായിരിക്കും അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനയ്ക്കുള്ള പ്രധാന കാരണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കപ്പെടുകയാണ്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്? ഈ ചോദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ചില പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഒരു ഇൽമിനെ കുറിച്ച് ഒരു വ്യക്തി ചോദിക്കപ്പെട്ടാൽ അവനതിന് ഉത്തരം പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു നാട്ടിൽ ആ ഇൽമ അറിയുന്നവൻ അവൻ മാത്രമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചോദിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഉത്തരം പറയൽ നിർബന്ധമാണ്. ഇനി അതല്ലാത്ത മറ്റാളുകളുണ്ടെങ്കിൽ അവന് ഉത്തരം പറയൽ നിർബന്ധമല്ല. എന്നിരുന്നാലും ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഉത്തരം അറിയുന്നവർ അത് മറച്ചു വെക്കാൻ പാടില്ല, ഉത്തരം പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ സുഇല അൻ ഇൽമിൻ
ആരെങ്കിലും ഒരു വിജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു, ദീനിയായ വിജ്ഞാനത്തെക്കുറിച്ച്, അവനതറിയാം, എന്നിട്ടും ഫകതമഹു, അവനത് മറച്ചു വെക്കുകയാണ്. എന്തെങ്കിലും മസ്ലഹത്തിന്റെ പേരിൽ മറച്ചു വെക്കുന്ന കാര്യമല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അൽജമഹുല്ലാഹു ബിലിജാമിൻ മിൻ നാരിൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നുള്ള ഒരു കടിഞ്ഞാൺ അവന്റെ വായക്കിടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൽമു മറച്ചു വെക്കുക അത് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല, ചില സന്ദർഭങ്ങളിൽ ഒഴികെ. നാട്ടിലുള്ള ജനങ്ങൾ, അവർക്ക് തൗഹീദ് അറിയില്ല, നിസ്കാരത്തിന്റെ രൂപം അറിയില്ല, സക്കാത്ത് അറിയില്ല, നോമ്പിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇൽമുള്ള ആളുകൾ അവർ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് വിശദീകരിക്കാൻ ഇൽമുള്ള മറ്റാളുകളുണ്ടെങ്കിൽ അവർ വിശദീകരിച്ചാലും അത് മതിയാകുന്നതാണ്. അതുകൊണ്ടാണ് സഹാബികൾ അവരെക്കുറിച്ച് പറഞ്ഞതായി കാണാം. ഇബ്നു അബീ ലൈല അദ്ദേഹം പറയുകയാണ്, അദ്റക്തു 20 و100 മിനൽ അൻസാർ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 120 അൻസാറുകൾ, റസൂലിന്റെ സ്വഹാബികളായ അൻസാറുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. യുസ്അലു അഹദുഹും അനിൽ മസ്അല, അവരോട് ഒരു ചോദ്യം ചോദിക്കപ്പെടുകയാണ്, ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കപ്പെട്ടാൽ ഫയറുദ്ദുഹാ ഹാദാ ഇലാ ഹാദാ വഹാദാ ഇലാ ഹാദാ, അങ്ങനെ ആ ചോദ്യം ചോദിക്കപ്പെട്ട വ്യക്തി അവൻ അടുത്ത ആളിലേക്ക് ആ ചോദ്യം കൈമാറുകയാണ്, അടുത്ത വ്യക്തി അടുത്ത വ്യക്തിയിലേക്ക് കൈമാറുകയാണ്. അങ്ങനെ ഹത്താ യർജിഅ ഇലൽ അവൽ, ആരോടാണോ ആദ്യം ചോദിക്കപ്പെട്ടത് അയാളിലേക്ക് തന്നെ ആ ചോദ്യം തിരിച്ചു വരാറുണ്ട് എന്ന് സ്വഹാബികളെ കുറിച്ച് ഇബ്നു അബീ ലൈല അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സ്വഹാബികൾ അവർക്ക് ഇൽമിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ഭയമായിരുന്നു. അതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇൽമിനെ കുറിച്ച് സംസാരിക്കാൻ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ എല്ലാവരും അത് പറയണമെന്നില്ല, മറിച്ച് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് മതിയാകുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തതായി പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അസ്സുആൽ ലഹു ഇദ്ദത്തു അൻവാ, ചോദ്യം ചോദിക്കുക എന്നതിന് അതിന് പല ഇനങ്ങളുണ്ട്. ഒന്നാമത്തെ ഇനം എന്താണ്? സുആലുൽ ഇസ്തിഫ്ഹാമി വൽ ഇസ്തിഅലാം, അഥവാ സുആലുൽ ഹിദായത്തി വസ്തിർഷാദ്. ഒരാൾ സന്മാർഗം, ഹുദ, അതറിയണം, അത് പഠിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ചോദിക്കുക. അയാളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്ക് ഇൽമു പഠിക്കണം, എനിക്കറിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിവില്ലാത്ത കാര്യം നിങ്ങൾ ഇൽമുള്ളവരോട് ചോദിക്കുക. അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ ഹും ഉലമാഉൽ കിതാബി വസ്സുന്ന, കിതാബിനെയും സുന്നത്തിനെയും അറിയുന്ന പണ്ഡിതന്മാർ, അവരോട് നിങ്ങൾ ചോദിക്കുക. ആ സമയത്ത് അവർ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ രൂപം, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഇനം. രണ്ടാമത്തേത് സുആലു തനത്തുഇ വത്തഅന്നുത്, അനാവശ്യമായ ചോദ്യം, ആവശ്യമില്ലാത്ത ചോദ്യം, അവന് പഠിക്കണമെന്ന ലക്ഷ്യമൊന്നുമല്ല, മറിച്ച് അനാവശ്യമായി ചോദിക്കുക. അതിന്റെ ഇനങ്ങൾ ഇൻഷാ അല്ലാഹ് താഴെ വരുന്നതാണ്. മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ റസൂലിനോട് ചോദിച്ചതുപോലെ വമർ റഹ്മാൻ, ആരാണ് റഹ്മാൻ, അവർ കളിയാക്കി ചോദിക്കുകയാണ്. അതേപോലെ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചതുപോലെ വമാ റബ്ബുൽ ആലമീൻ, ആരാണ് റബ്ബുൽ ആലമീൻ. അവർക്ക് അതറിയാൻ വേണ്ടി ചോദിക്കുകയല്ല, മറിച്ച് അവർ ഒരു ശാഠ്യത്തിന്റെ പുറത്ത് ഒരു കളിയാക്കുന്ന രൂപത്തിലുള്ള ചോദ്യമാണ് സുആലു തനത്തുഇ വത്തഅന്നുത്. ഈ രണ്ട് രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിൽ നാം പഠിക്കേണ്ടതും നാം ശീലിക്കേണ്ടതും ഒന്നാമത്തെ രൂപമാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് ചോദിക്കുക, അത് പഠിച്ച് മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ചോദ്യങ്ങൾ ഓരോന്നും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ അവർ വിലക്കപ്പെട്ട ചില ചോദ്യങ്ങൾ, ചോദിക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമതായി അസ്സുആലു അനിൽ മുഗയ്യബാത്ത് അല്ലതി സകത അശ്ശാരിഉ അൻ ബയാനിഹ, ഗൈബിയായ കാര്യങ്ങൾ, നമുക്ക് അദൃശ്യമായ കാര്യങ്ങൾ ഉണ്ടാകും, അത് അല്ലാഹുവും റസൂലും നമുക്ക് എവിടെയാണോ അറിയിച്ചു തന്നത് അവിടെ നിൽക്കുക, അതിനപ്പുറമുള്ളത് നാം ചോദിക്കാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയാണ്, മതസ്സാഅ യാ റസൂലല്ലാഹ്, റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ, അന്ത്യനാൾ എന്നാണ് സംഭവിക്കുക എന്നത് അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഗൈബിയായ കാര്യത്തെക്കുറിച്ച് അയാൾ ചോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ള അയാൾക്ക് മറുപടി കൊടുത്തത് എന്താണ്? മാ അഅദത്ത ലഹാ, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്. റസൂൽ അയാളുടെ ചോദ്യത്തെ മാറ്റുകയാണ്. അയാൾ ഉപകാരമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അങ്ങനെ അയാൾക്ക് ഉപകാരമുള്ള ഒരു കാര്യത്തിലേക്ക് അയാളുടെ ചോദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിതിരിച്ചു വിടുകയാണ്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതിന്റെ രൂപം ചോദിക്കുക. അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, അള്ളാഹുവിന് കരങ്ങളുണ്ട്, അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും. ഇതൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പക്ഷേ അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് വിലക്കപ്പെട്ട ചോദ്യമാണ്. അതാണ് ഇമാം മാലിക്കിന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, കൈഫ ഇസ്തവല്ലാഹു അലൽ അർശ്, അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അതിന്റെ രൂപം എങ്ങനെയാണ്. ഈ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം അല്പനേരം തലതാഴ്ത്തിയതിനു ശേഷം അദ്ദേഹം മറുപടി കൊടുത്തു, അൽ ഇസ്തിവാഉ മഅലൂം,
ഇസ്തിവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറബി ഭാഷയിൽ അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂലുൻ, എന്നാൽ അതിന്റെ രൂപം അത് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അത് മജ്ഹൂലായ കാര്യമാണ്, അത് അള്ളാഹുവും അവന്റെ റസൂലും രൂപം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, എന്നാൽ അതിൽ വിശ്വസിക്കൽ അത് നിർബന്ധമായ കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അങ്ങനെ അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ രൂപം ചോദിക്കുക എന്നത് അത് ബിദ്അത്തായ കാര്യമാണെന്ന് ഇമാം മാലിക് അദ്ദേഹത്തോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ലാത്ത ഗൈബിയായ കാര്യങ്ങൾ, അതിന്റെ കൈഫിയാത്തിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ രൂപം, ഒന്നാമത്തെ വിലക്കപ്പെട്ട ചോദ്യങ്ങൾ. രണ്ടാമത്തേത് സുആലുൽ മിറാഇ വൽ ജിദാൽ, തർക്കിക്കാൻ കുതർക്കത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ. അവരുടെ ലക്ഷ്യം പഠിക്കലല്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്റെ എതിർകക്ഷിയെ അടിച്ചമർത്തുക, അങ്ങനെ തർക്കത്തിൽ ഏർപ്പെടാൻ വേണ്ടി ചോദിക്കുന്ന ആളുകൾ. ഇതും ദീനിൽ വിലക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്നഹ ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ. ഒരു വ്യക്തി അവൻ തർക്കം ഒഴിവാക്കുകയാണ്, അവന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും അവൻ തർക്കം ഒഴിവാക്കുകയാണ്, കുതർക്കങ്ങളിൽ അവൻ ഏർപ്പെടുന്നില്ല എങ്കിൽ അവന് സ്വർഗത്തിന്റെ ഓരങ്ങളിൽ ഒരു വീട് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഞാൻ അവന് ജാമ്യം നിൽക്കുന്നു എന്നവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് തർക്കത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ അത് നാം ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്, നാം മുമ്പ് പറഞ്ഞതുപോലെ അനാവശ്യമായ ചോദ്യങ്ങൾ, അതിന് പല ഇനങ്ങളുമുണ്ട്. ചിലപ്പോൾ ചില വ്യക്തി അവർ ചോദ്യം ചോദിക്കുന്നത് തന്റെ ഇൽമ് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ട്. അത് പാടില്ല. രണ്ടാമത്തതോ, ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് ആ പണ്ഡിതനെ അവനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ പുച്ഛിക്കുന്നതിന് വേണ്ടി ചോദ്യം ചോദിക്കുക. ഇതെല്ലാം വിലക്കപ്പെട്ട കാര്യങ്ങളാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ഒരു വ്യക്തി അവന് അറിവുള്ള ഒരു കാര്യമാണ്, പക്ഷേ അവനറിയാം ഈ സദസ്സിലുള്ള മറ്റാർക്കും ഈ കാര്യം അറിയില്ല എന്ന് അവനറിയാം. അങ്ങനെ മറ്റുള്ളവർ അവർക്ക് ആ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി അവന് പണ്ഡിതന്മാരോട് ചോദിക്കാം. അങ്ങനെ അവൻ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ചോദ്യം കാരണമായി എല്ലാവർക്കും ആ വിജ്ഞാനം ലഭിക്കും. ഇത് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതിന് ഉദാഹരണമാണ് ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. അദ്ദേഹം കടന്നു വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഇസ്ലാം കാര്യങ്ങൾ എന്താണ് ഈമാൻ കാര്യം. ഇതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് മറ്റുള്ളവർ കൂടി പഠിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുള്ളത്. നാലാമത്തെ ഇനം അസ്സുആലു അമ്മാ ലാ യൻഫഅ ഔ ലാ ഫായിദത ഫീഹി, ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം, സാങ്കല്പികമായ ചോദ്യങ്ങൾ, ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള സാങ്കല്പികമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുക, അതും ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു വ്യക്തിയുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്നത്. നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ റസൂലിനോട് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂല് പറഞ്ഞു, മാ അഅദത്ത ലഹ, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? അപ്പോൾ അവന്റെ ചോദ്യത്തെ, അവൻ ഉപകാരമില്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ റസൂൽ ആ ചോദ്യത്തെ വഴിതിരിച്ചു വിടുകയാണ്, അവർ ഉപകാരമുള്ള ഒരു കാര്യത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. നീ ഈമാനും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ ഒരുങ്ങുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ സാങ്കല്പികമായ ചോദ്യങ്ങൾ, ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയാറില്ല എന്നവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നടന്ന കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നാം ചോദിക്കേണ്ടത്, അതല്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, സൽ അമ്മാ യകൂൻ വദഅ മാ ലം യകുൻ, നടന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ചോദിക്ക്, അതല്ലാത്തത് നീ ഒഴിവാക്ക് എന്ന് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായി കാണാം. മറ്റൊരിക്കൽ അദ്ദേഹത്തോട് ഒരു മസ്അലയെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ആ വന്ന വ്യക്തി ചോദിക്കുകയാണ്, താങ്കൾ എന്താണ് ഉത്തരം പറയാത്തത്? ഇമാം മാലിക് പറഞ്ഞു, ലൗ സഅൽത അമ്മാ യൻതഫിഉ ബിഹി ലഅജബ്തുക, നീ വല്ല ഉപകാരമുള്ള കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് ഉത്തരം നൽകുമായിരുന്നു. പക്ഷെ നിന്റെ ചോദ്യം അത് ഒരു ഉപകാരവുമില്ലാത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് അത് വിലക്കപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇന്ന് ധാരാളം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാമിക ക്വിസ് എന്ന് പറഞ്ഞിട്ട് പല ചോദ്യങ്ങളും റമദാനിലും അതല്ലാത്ത മാസങ്ങളിലുമൊക്കെ ആളുകൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത, അവരുടെ ഈമാനിനെ ഒരു നിലക്കും ബാധിക്കാത്ത വിഷയങ്ങൾ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചില ചോദ്യങ്ങൾ എങ്ങനെയാണ്? ഫാത്തിമ ബീവി അവരുടെ നിക്കാഹിന് ഏത് വിരലിലാണ് മോതിരം ധരിച്ചത് എന്നൊരു ചോദ്യം ചില ക്വിസുകളിൽ ചോദിക്കുകയാണ്. ഇതുപോലെ ഒരു ഉപകാരവുമില്ലാത്ത
ചോദ്യങ്ങൾ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകരുത് നാം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പണ്ഡിതന്മാർ ഉത്തരം പറയാറുമില്ല. നാം പരിശോധിച്ചാൽ കാണും പണ്ഡിതന്മാർ ഉത്തരം പറയാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണിത്. ഇതുവരെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം, അതുപോലെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം. അതുകൊണ്ട് നല്ല ചോദ്യങ്ങൾ നാം പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള നല്ല ചോദ്യങ്ങൾ നാം ചോദിക്കുക. ചോദ്യം ചോദിക്കുക എന്നത് അത് ഇൽമ് കരസ്ഥമാക്കുവാനുള്ള മാർഗമാണ്. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ശിഹാബിൻ സുഹ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൽ ഇൽമു ഖസാഇൻ, ഇൽമ് എന്ന് പറയുന്നത് അത് അമൂല്യമായ നിധിയാണ്. വമിഫ്താഹുഹ അസ്സുആൽ, അത് തുറക്കാനുള്ള താക്കോൽ അത് ചോദ്യം ചോദിക്കലാണ്. നിധികൾ എന്ന് പറയുന്നത് അത് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടതായിരിക്കും. അത് കണ്ടുപിടിക്കണമെങ്കിൽ ധാരാളം കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമാണ്. അതുപോലെ നമുക്ക് ഇൽമ് ലഭിക്കണമെങ്കിൽ, ആ ഇൽമ് അത് നമുക്ക് തുറന്നു കിട്ടണമെങ്കിൽ നാം ധാരാളമായി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം തഫ്സീറിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബിമ അദ്റക്തൽ ഇൽം, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും വിജ്ഞാനങ്ങൾ താങ്കൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അദ്ദേഹം പറഞ്ഞു, ബിലിസാനിൻ സഊലിൻ വഖൽബിൻ അഖൂൽ, ഞാൻ ധാരാളമായി ചോദിക്കുമായിരുന്നു. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അത് പഠിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ധാരാളമായി ചോദിക്കുന്ന ഒരു നാവ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ വഖൽബിൻ അഖൂൽ, കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയവും, അത് മുഖേനയാണ് എനിക്ക് ധാരാളം വിജ്ഞാനങ്ങൾ ലഭിച്ചത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം രേഖപ്പെടുത്തിയതായി പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പണ്ഡിതന്മാരുമായി നമുക്ക് സഹവസിക്കാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ, ഇൽമുള്ളവരുമായി നമുക്ക് ഇടപഴകാൻ അവസരം ലഭിക്കുമ്പോൾ അവരുമായി നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ നിന്റെ ചോദ്യമായിരിക്കാം അതൊരു കിതാബായി, അതൊരു ക്ലാസ്സായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം കവിത രൂപത്തിൽ നമുക്ക് പകർന്നു നൽകിയത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് തൗഹീദുൽ ഉലൂഹിയ്യ അതിനെക്കുറിച്ച് ചില ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. അതിന്റെ പേരാണ് അൽ ഉബൂദിയ്യ. അദ്ദേഹത്തോട് അസ്മാഉ സിഫാത്തിനെ കുറിച്ച് ചില ആളുകൾ ചോദിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ. ഇങ്ങനെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ അതിന് പിന്നിലെല്ലാം ചില ആളുകളുടെ ചോദ്യമാണ്. അങ്ങനെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ സഹാബികൾ, അവരെക്കുറിച്ച് അവരുടെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ റസൂലിനോട് അവർ ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. നാം പറഞ്ഞു ഇൽമ് അതൊരു നിധിയാണ്, അത് ലഭിക്കണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം. സഹാബികൾ അവർ റസൂലിനോട് പല കാര്യങ്ങളും ചോദിച്ചതായി കാണാം. അയ്യുൽ ഇസ്ലാമി അഫ്ദൽ, ഇസ്ലാമിൽ ഏറ്റവും അഫ്ദലായ കാര്യം എന്താണ്? അതുപോലെ അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? അങ്ങനെ പല ചോദ്യങ്ങളും അവർ ചോദിച്ചതായി കാണാം. അതൊക്കെ നമുക്കുള്ള മാതൃകയാണ്. നാം ചോദിക്കുക, അതിൽ മടി കാണിക്കാൻ പാടില്ല. അങ്ങനെ മടി കാണിക്കുന്നവർക്ക് വിജ്ഞാനം ലഭിക്കുകയില്ല എന്ന് സഹാബികൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ നാം നമ്മുടെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ചെറിയ മക്കളെ നാം പഠിപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ് അവരോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ മനസ്സിനെ ഉണർത്തുന്നതിന് വേണ്ടി, അവരുടെ ചിന്തയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി, ഉണർത്തുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച മാതൃകയാണ്. അവിടുന്ന് സഹാബികളോട് ചോദിച്ചതായി കാണാം, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ. റസൂലുള്ളാഹി 3 തവണ ചോദിക്കുകയാണ്, ഏറ്റവും വലിയ വൻപാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് റസൂൽ സഹാബികളോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അതദ്റൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? റസൂൽ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അതദ്റൂന മനിൽ മുഫ്ലിസ്, പാപ്പരായവർ, ഒന്നും കയ്യിലില്ലാത്തവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങനെ അങ്ങോട്ട് ചോദിക്കുക. നമ്മുടെ പഠിതാക്കളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മുൻപിലിരിക്കുന്ന ആളുകളോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ച് അവർക്ക് ഇൽമു പകർന്നു നൽകുക എന്നത് അത് ഇൽമു പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ്. അതല്ലാതെ ക്ലാസ്സിൽ വന്ന് ഒരു പ്രസംഗം പോലെ അങ്ങ് എടുത്തു പോകുന്നതിനേക്കാൾ ഉത്തമമായത് റസൂലിന്റെ ഇത്തരത്തിലുള്ള സുന്നത്തുകൾ നാം പാലിക്കുന്നതിലാണ്. അങ്ങനെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, യാ സായിലി അൻ മദ്ഹബി വ അഖീദതി, എന്നോട് എന്റെ മദ്ഹബിനെ കുറിച്ചും എന്റെ അഖീദയെ കുറിച്ചും ചോദിക്കുന്നവനെ. മദ്ഹബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് 4 മദ്ഹബുകളാണ്. ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇവരുടെ മദ്ഹബാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മദ്ഹബുകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടെ ഫിഖ്ഹിന്റെ മസ്അലകൾ പറയുന്ന കിതാബല്ല, മറിച്ച് അഖീദയുടെ കാര്യങ്ങൾ, ദീനിന്റെ ഉസൂലുകൾ പറയുന്ന ചെറിയ കവിതയാണ്. അതുകൊണ്ട് മദ്ഹബ് എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളിൽ
എന്റെ മാർഗത്തെക്കുറിച്ച് ചോദിക്കുന്നവനെ, എന്റെ വിശ്വാസകാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നവനെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അഖീദതി, എന്റെ വിശ്വാസം. അഖീദ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച കാര്യം, അതിനാണ് ഇത് പറയുക അഖീദ എന്ന് പറയുക. അത് ചിലപ്പോൾ ശരിയായ വിശ്വാസമായിരിക്കാം. അതാണ് അഖീദത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വിശ്വാസം. എന്നാൽ അഖീദത്തുൽ നസാറ, ക്രൈസ്തവരുടെ വിശ്വാസം, അതെന്താണ്? അത് ബാത്തിലായ വിശ്വാസമാണ്. അതിലും അഖീദ എന്ന് പ്രയോഗിക്കും. അതുപോലെ ദീൻ എന്നുള്ള വാക്ക്, അത് ഹക്കിനും ബാത്തിലിനും രണ്ടിനും ഈ വാക്ക് പ്രയോഗിക്കും. ലക്കും ദീനുക്കും വലിയ ദീൻ, അത് ബാത്തിലിന്റെ ദീനിനും പറയും, ഹക്കിന്റേതിനും ഈ വാക്യം പറയുമെന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യാ സഈലി അൻ മദ്ഹബി വ അഖീദതി, വിശ്വാസകാര്യത്തിൽ എന്റെ മാർഗത്തെക്കുറിച്ച്, എന്റെ നിലപാടുകളെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നവനെ. എന്നിട്ട് ശൈഖ് പറയുന്നു, റുസിഖൽ ഹുദാ മല്ലിൽ ഹിദായതി യസ്അലു, റുസിഖൽ ഹുദാ, സന്മാർഗം നൽകപ്പെടും. മല്ലിൽ ഹിദായതി യസ്അലു, അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നവൻ. എങ്ങനെ ചോദിക്കണം? ഹിദായത്ത് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. ഹിദായത്ത് ലഭിക്കണമെന്ന ആഗ്രഹവുമായി അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നവന് ആ ഹിദായത്ത് ലഭിക്കപ്പെടും എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇതൊരു പ്രാർത്ഥനയാണ്. റുസിഖൽ ഹുദാ മല്ലിൽ ഹിദായതി യസ്അലു, അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നവന് അള്ളാഹു സന്മാർഗം നൽകട്ടെ, അവനെ നേർമാർഗത്തിലാക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നാം ഹിദായത്ത് ചോദിക്കുക, അള്ളാഹുവിനോട് എപ്പോഴും ഹിദായത്ത് ചോദിക്കേണ്ടതുണ്ട്. നാം സ്വയം നമുക്ക് വേണ്ടി ഹിദായത്ത് ചോദിക്കണം. ചില ആളുകളൊക്കെ ധരിച്ചത് നമ്മൾ മുസ്ലിമീങ്ങളായി ജനിച്ചു, തൗഹീദുള്ളവരാണ്, ഇനി ഹിദായത്ത് ചോദിക്കേണ്ടതില്ല. അങ്ങനെയൊന്നുമില്ല. മറിച്ച് നാം എല്ലാ ദിവസവും 17 തവണ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഹിദായത്ത് എനിക്ക് നീ വർദ്ധിപ്പിച്ചു നൽകണമേ. ഹിദായത്തിലുള്ളവരാണെങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഹിദായത്ത് നീ എനിക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ, അതുപോലെ ഈ മാർഗത്തിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് അതിന്റെ ലക്ഷ്യം, ഉദ്ദേശം അതാണ്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, ദീർഘമായ പ്രാർത്ഥനയാണ്. അതിൽ കാണാം, ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, അല്ലാഹുവേ ഭിന്നിച്ചിട്ടുള്ള കാര്യം അതിൽ സത്യത്തിലേക്ക് നിന്റെ അനുമതി പ്രകാരം നീ എനിക്ക് വഴി നടത്തണമേ, എനിക്ക് സന്മാർഗം നീ കാണിച്ചു നൽകണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നീ നയിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുക, ധാരാളമായി ചോദിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അള്ളാഹുവിനോട് ഹുദ ചോദിക്കുക. അതുപോലെ അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വസ്സദാദ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നാം ധാരാളമായി നിർവഹിക്കുക. ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ, ഈ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇനി മറ്റൊരാൾക്ക് വേണ്ടി, അവൻ ഹിദായത്തിലാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചതായി കാണാം, അല്ലാഹുമ്മ ഹ്ദി ഉമ്മി അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അവർ ഹിദായത്തിലാകുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്ത്രീ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർ ഹിദായത്തിലാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാർ, അങ്ങനെ ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ, അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് നാം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർക്കുക. ഇനി അർ-റിസ്ഖു, പണ്ഡിതന്മാർ പറയുകയാണ്, അർ-റിസ്ഖു നൗആൻ, അള്ളാഹു നൽകുന്ന ഉപജീവനം എന്ന് പറയുന്നത് അത് പ്രധാനമായും 2 രൂപത്തിലാണ്. ഒന്നാമത്തേത് റിസ്ഖുൻ ആം, എല്ലാവർക്കും ലഭിക്കുന്ന ഉപജീവനമുണ്ട്. അതിൽ മുസ്ലിമെന്നോ കാഫിറെന്നോ മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഉപജീവനം. അള്ളാഹു പറഞ്ഞില്ലേ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ഭൂമിയിലുള്ള ഏത് ജന്തുക്കളുണ്ടോ അതിന്റെയൊക്കെ ഉപജീവനം അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അതിൽ എല്ലാവരും പെടും, മനുഷ്യരും മൃഗങ്ങളും മുസ്ലിമും മുസ്ലിം അല്ലാത്ത കാഫിറുകളും എല്ലാവരും അതിൽ പെടുന്നതാണ്. രണ്ടാമതൊരു ഇനമുണ്ട്, വരിസ്ഖുൻ ഖാസ്, ചില പ്രത്യേകമായ അള്ളാഹു അവന്റെ ഇഷ്ടപ്പെട്ട ചില അടിമകൾക്ക് നൽകുന്ന ഉപജീവനമുണ്ട്. അതേതാണ്? അവരുടെ ഹൃദയത്തിന് നൽകുന്ന അന്നമാണ്, അതിന് നൽകുന്ന പോഷണമാണ്. ഈമാനും ഇൽമും നൽകിക്കൊണ്ട് ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഉപജീവനം അള്ളാഹു നൽകും. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന റിസ്കാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റുസിഖൽ ഹുദാ മല്ലിൽ ഹിദായതി യസ്അലു, അള്ളാഹുവിനോട് സന്മാർഗം ചോദിക്കുന്നവന് അള്ളാഹു അത് നൽകുന്നതാണ്. അവന്റെ ഹൃദയത്തെ അള്ളാഹു ഈമാനിലേക്ക്
അതേപോലെ ഇസ്ലാമിലേക്ക് അള്ളാഹു വഴി നടത്തുന്നതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാം പറഞ്ഞു ഹിദായത്ത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, രണ്ടായത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്നാമത്തെ ആയത്ത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു മുഹമ്മദ് നബിയോട് പറയുകയാണ്, മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല. അള്ളാഹു അവരുദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് എന്താണ്? അള്ളാഹു പറയുന്നു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. റസൂലേ, നീയാണ് ജനങ്ങളെ നേരായ പാതയിലേക്ക് അവർക്ക് മാർഗദർശനം നൽകുന്നത്. ഇതിൽ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നബിക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല എന്നതാണ്. രണ്ടാമത്തേതിൽ പറയുന്നത് നബിയെ നീയാണ് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് മാർഗദർശനം നടത്തുന്നത് എന്നാണ്. അപ്പോൾ ഈ രണ്ടായത്തുകളും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതെങ്ങനെയാണ്? അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത് ഹിദായത്ത് എന്ന് പറയുന്നത് അത് രണ്ട് ഇനമാണ് പ്രധാനമായും. ഒന്നാമത്തേത് ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം ലിൽ ഈമാനി വൽ അഅമാലി സ്വാലിഹ. ഹിദായത്തിന്റെ വഴിയിൽ നമ്മെ ചേർക്കുന്നവൻ, നമുക്ക് ഹിദായത്ത് നൽകുന്നവൻ, ഈമാനും സൽക്കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുന്നവൻ അതാരാണ്? അത് അല്ലാഹു മാത്രമാണ്. എന്നാൽ രണ്ടാമതൊരു ഹിദായത്തിന്റെ ഇനമുണ്ട്. അതേതാണ്? ഹിദായത്തിന്റെ വഴി ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുക, അത് വ്യക്തമാക്കി കൊടുക്കുക, ആ വഴി കാണിച്ചു കൊടുക്കുക. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഹിദായത്തു ദലാലത്തി വൽ ബയാൻ. ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ മാർഗം അത് വിശദീകരിച്ചു കൊടുക്കുക, അത് വ്യക്തമാക്കി കൊടുക്കുക. ഇത് പണ്ഡിതന്മാർക്കും അതുപോലെ പ്രവാചകന്മാർക്കും നമുക്കും കഴിയുന്ന കാര്യമാണ്. ഹിദായത്തിന്റെ മാർഗം നമുക്കൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാം. പക്ഷേ ഹിദായത്തിലേക്ക് ചേർക്കുന്നവൻ, ആ മാർഗത്തിലേക്ക് ചേർക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതാണ് ഒന്നാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല. എന്നാൽ റസൂലിന് അത് വിശദീകരിച്ചു കൊടുക്കാം. അതാണ് ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് റസൂലിന്റെ പൃഥുവ്യൻ, മഹാനായ റസൂലിന്റെ പൃഥുവ്യൻ അബൂ താലിബ് റസൂലിന് അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ശത്രുക്കളിൽ നിന്നും അദ്ദേഹത്തെ ധാരാളമായി തടഞ്ഞു നിർത്തിയ വ്യക്തിയാണ് അബൂ താലിബ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ കിടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ താങ്കൾക്ക് വേണ്ടി എനിക്ക് വാദിക്കാൻ കഴിയും. പക്ഷേ അവിടെ ചുറ്റും അബൂജഹലുമുണ്ട്, അബ്ദുല്ലാഹിബിനു ഉബയ്യുണ്ട്. അവരൊക്കെ അദ്ദേഹത്തോട് പറയുകയാണ്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നീ അബ്ദുൽ മുത്തലിബിന്റെ മാർഗം വിട്ടു പോവുകയാണോ എന്ന് അബൂ താലിബിനോട് അവിടെ കൂടിയ അബൂജഹലും സംഘവും ചോദിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മരിച്ചതെങ്ങനെയാണ്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലിന്റെ പൃഥുവ്യൻ അബൂ താലിബ് ഈ ഭൂലോകത്ത് നിന്ന് വിട പറയുന്നത്. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്, നബിയെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല. നേർമാർഗത്തിലാക്കുന്നവൻ, അതിനുള്ള തൗഫീഖ് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ ഹിദായത്തിലേക്കുള്ള മാർഗം വഴി കാണിച്ചു കൊടുക്കാൻ അത് പ്രവാചകന്മാർക്കും അമ്പിയാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഇൽമുള്ള ഏതൊരാൾക്കും കഴിയുന്ന കാര്യമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ ബൈത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ അവരുടെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയ കാര്യം. രണ്ടാമത്തെ വരി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഇസ്മഅ കലാമ മുഹഖഖിൻ ഫീ ഖൗലിഹി ലാ യൻസനി അൻഹു വലാ യതബദ്ദലു. ഇസ്മഅ, നീ കേൾക്കണം. ഇവിടെ ഉദ്ദേശം എന്താണ്? ഇസ്തമിഅ, നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. വെറും കേവലം ഒരു കേൾവി പോരാ. ഇസ്തിമാഉം സമാഉം തമ്മിൽ വ്യത്യാസമുണ്ട്. സമാ എന്ന് പറയുന്നത് കേവലം ഒരു കേൾവിയാണ്. അവൻ ഉദ്ദേശിക്കാതെ കേൾക്കുന്നതും അതിനെന്ത് പറയും? സമാ എന്ന് പറയും. എന്നാൽ ഇസ്തിമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു. നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കണം. കേവലം കേൾവിയല്ല, ഉദ്ദേശത്തോടു കൂടി കേൾക്കുന്നതിനാണ് ഇസ്തിമാ എന്ന് പറയുക. വഅൻസിതു, അതുപോലെ നിങ്ങൾ മിണ്ടാതിരിക്കണം. അങ്ങനെ കേവലം ഒരു കേൾവി അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോഴാണ് ഒരാൾക്ക് ഒരു കാര്യം ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി അവരങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക. ആ സന്ദർഭത്തിൽ അവിടെ പല തോന്നിവാസങ്ങളും നടക്കുന്നുണ്ടാവും. ചിലപ്പോ മ്യൂസിക് ഒച്ചത്തിലുണ്ടാവും. അവനത് കേൾക്കേണ്ടി വരും. ചിലപ്പോൾ അത് ഇസ്തിമാ അല്ല, മറിച്ച് സമാ. അവൻ ബോധപൂർവം കേൾക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്തല്ല? കുറ്റക്കാരനല്ല. എന്നാൽ ഇസ്തിമാ ആണെങ്കിലോ അവൻ കുറ്റക്കാരനാവും. ശ്രദ്ധിച്ച് കേൾക്കുക. പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ രാഗത്തിനനുസരിച്ച് അത് ശ്രദ്ധിച്ച് കേൾക്കുക, അത് പാടില്ല. എന്നാൽ സമാ ആണെങ്കിൽ അവന് കുറ്റം ലഭിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം.
അതുപോലെ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദ്. അവിടെയും തിലാവത്തിന്റെ സുജൂദ് ഒരു വ്യക്തി ഇങ്ങനെ കേൾക്കുകയാണ്, പക്ഷെ അവൻ മുസ്തമി അല്ല, ശ്രദ്ധിച്ച് കേൾക്കുന്നവനല്ല. അങ്ങനെയാണെങ്കിൽ അവൻ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇസ്തിമാ ഉണ്ടെങ്കിലാണെന്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഒരു വ്യക്തി അവനിങ്ങനെ ഖുർആൻ ഓതുകയാണ്, അപ്പോൾ ഒരാൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അവന്റെ ഖിറാഅത്ത്. അങ്ങനെ ആ ഓതിയ വ്യക്തി തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ അത് കേട്ട വ്യക്തിക്കും ശ്രദ്ധിച്ച് കേട്ടവനും സുജൂദ് ചെയ്യാവുന്നതാണ്. എന്നാൽ കേവലം നടന്നു പോകുന്ന ഒരു വ്യക്തി കേട്ടു, അവനെന്താക്കേണ്ടതില്ല, സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പോ ഇവിടെ പറയുന്നത് ഇസ്മഅ കലാമ മുഹഖ്ഖിഖിൻ ഫീ ഖൗലിഹി. ഇബ്നു തൈമിയ്യ പറയാം, കലാമ മുഹഖ്ഖിഖിൻ, നീ ഒരാളുടെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയുള്ള സംസാരമാണ്? അദ്ദേഹം തന്റെ വാക്കുകളിലും തന്റെ നിലപാടുകളിലും അങ്ങേയറ്റം പാണ്ഡിത്യവും വിവരവുമുള്ള ഒരു വ്യക്തി, അഥവാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്റെ സംസാരത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം പുകഴ്ത്തുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സംസാരം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഖൗൽ, സംസാരം എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകൾ മാത്രമല്ല, എഴുത്തുകളും അദ്ദേഹത്തിന്റെ രചനകളും എല്ലാം ഇതിൽപ്പെടും. അങ്ങനെ അങ്ങേയറ്റം ഇൽമിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയുടെ സംസാരം നീ ശ്രദ്ധിച്ച് കേൾക്കുക. ലാ യൻസലി അൻഹു, അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്നീട് മാറ്റിപ്പറയൽ, തിരുത്തിപ്പറയൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. വലാ യതബദ്ദലു, അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയില്ല. കാരണം എന്താണ്? ഇസ്ലാമിന്റെ അഖീദ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം കിതാബും സുന്നത്തുമാണ്. അതൊരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് ഒരു മാറ്റത്തിരുത്തലുകൾ, ഒരു മടക്കം അതുണ്ടാവുകയില്ല എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. കാരണം ഇസ്ലാമിന്റെ വിശ്വാസം, അടിസ്ഥാനത്തിന്റെ പ്രമാണം എന്താണ്? അത് അന്ധമായ തഖ്ലീദോ അതല്ലെങ്കിൽ കേവലം ഊഹാപോഹങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ അവരങ്ങനെയല്ല, അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നൊരു അഭിപ്രായം, നാളെ മറ്റൊരു അഭിപ്രായം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് ബിദ്അത്തിന്റെ കക്ഷികൾ. ഒരിക്കൽ ഇമാം മാലിക് ബിൻ അനസ് അദ്ദേഹം മദീനയിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് അബുൽ ജുവൈരിയ. അദ്ദേഹം ഇർജാ അഥവാ ഒരു പിഴച്ച വാദമാണ് ഇർജാഇന്റെ വാദം, അത് ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം ഇമാം മാലിക്കിനെ വിളിച്ചു, യാ അബാ അബ്ദില്ലാ ഇസ്മഅ മിന്നി ശൈഅൻ ഉകല്ലിമുക ബിഹി വഉഹാജ്ജുക, ഞാൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കൂ. അങ്ങനെ ഞാൻ വഉഹാജ്ജുക, എന്റെ തെളിവുകളൊക്കെ താങ്കളൊന്ന് കേൾക്കൂ, ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കട്ടെ. അതുപോലെ വഉഖ്ബിറുക ബിറഈ, എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കട്ടെ. അപ്പോൾ ഇമാം മാലിക് ചോദിച്ചു, ഫഇൻ ഗലബ്തനി, അങ്ങനെ നീ സംസാരിച്ച് എന്നെ കീഴ്പ്പെടുത്തിയാൽ, സംസാരിച്ച് നീ വിജയിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ആ വന്ന വ്യക്തി പറഞ്ഞു, ഇൻ ഗലബ്തുക ഇത്തബഅതനി, ഞാൻ നിങ്ങളെ സംസാരിച്ച് കീഴടക്കിയാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, കാരണം ഞാനാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇമാം മാലിക് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മറ്റൊരു വ്യക്തി കടന്നു വന്നു, അങ്ങനെ അദ്ദേഹം നമ്മൾ രണ്ടുപേരോടും സംസാരിച്ച് നമ്മൾ രണ്ടുപേരെയും അദ്ദേഹം കീഴ്പ്പെടുത്തിയെന്ന് വിചാരിക്കുക, സംസാരത്തിലൂടെ അദ്ദേഹം വിജയിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ നാം എന്താണ് ചെയ്യുക? ഈ വ്യക്തി പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ആ വന്ന വ്യക്തിയെ പിന്തുടരും. ഈ സമയത്ത് ഇമാം മാലിക് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ബഅസ അല്ലാഹു മുഹമ്മദൻ ബിദീനിൻ വാഹിദ്, അല്ലാഹു മുഹമ്മദ് നബിയെ അയച്ചിട്ടുള്ളത് ഒരു ദീനുമായിട്ടാണ്, ഒറ്റ ദീനുമായിട്ടാണ്. എന്നാൽ വഅറാക തൻതഖിലു മിൻ ദീനിൻ ഇലാ ദീൻ, എന്നാൽ നീയാകട്ടെ ഒരു ദീനിൽ നിന്ന് മറ്റൊരു ദീനിലേക്ക് ഇങ്ങനെ മാറി കളിക്കുന്നവനാണ്, അങ്ങനെയാണ് ഞാൻ നിന്നെ കാണുന്നത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ പ്രധാന ലക്ഷണമാണെന്ത്? അവർക്ക് ഒരു സ്ഥിരമായ അഭിപ്രായം ഉണ്ടാവുകയില്ല, മറിച്ച് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ, സലഫുകളുടെ മദ്ഹബ്, അത് എന്നെന്നും സ്ഥിരമായി നിൽക്കുന്നതാണ്. അതിലെന്തില്ല? ഒരു മാറ്റത്തിരുത്തലുകളില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ അതിൽ ഖുർആനും അതുപോലെ തന്നെ നബിയുടെ സുന്നത്തും അതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഖുർആനും സുന്നത്തും അതിന് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല. അപ്പൊ അങ്ങനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത ഒരു അറിവുള്ള ഒരു പണ്ഡിതന്റെ ഒരു വാക്ക് നീ ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് ഇമാം ഇബ്നു തൈമിയ്യ ആ ചോദ്യകർത്താവിനോട് പറയുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഒരു മസ്അല പറയുന്നുണ്ട്. ഇവിടെ ഇബ്നു തൈമിയ്യ അദ്ദേഹം സ്വയം പുകഴ്ത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ഫലാ തുസക്കു അൻഫുസകും, നിങ്ങൾ എന്താക്കരുത്, ആത്മപ്രശംസ നടത്താൻ പാടില്ല. ഹുവ അഅലമു ബിമൻ ഇത്തഖ, സൂക്ഷ്മത പാലിക്കുന്നവനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം പുകഴ്ത്തുക, ആത്മപ്രശംസ നടത്തുക എന്നുള്ളത് അത് പാടില്ല എന്ന് അല്ലാഹു വിലക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇബ്നു തൈമിയ്യ ഈ പറഞ്ഞ കാര്യങ്ങൾ അതെങ്ങനെയാണ് യോജിക്കുക? അതിന് പണ്ഡിതന്മാർ ഉത്തരം പറയുകയാണ്. ഇവിടെ ഇബ്നു തൈമിയ്യ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ചോദ്യകർത്താവിന്റെ അവന് ഉത്തരം കേൾക്കുമ്പോൾ അവന്റെ മനസ്സിന് റാഹത്തുണ്ടാവണം.
ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഒന്നും അറിയാത്ത ഒരാളോടല്ല, മറിച്ച് ഇൽമുള്ള അങ്ങേയറ്റം മുഹഖിഖായ ഇൽമിന്റെ വിഷയത്തിൽ അഗാധമായ അറിവുള്ള ഒരു വ്യക്തിയോടാണ് എന്ന് ചോദ്യകർത്താവിന് ഒരു റാഹത്ത് ലഭിക്കണം. ഈ ഒരു മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ സ്വയം പുകഴ്ത്തിയത്. അത് ഇത്തരം സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഉപ്പയെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യാ അബതി, ഉപ്പയെ വിളിക്കാൻ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എനിക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഇൽമു വന്നിട്ടുണ്ട്. മാ ലം യഅതിക, താങ്കൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ഇൽമ് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തബിഅനി, താങ്കൾ എന്നെ പിൻപറ്റുക. അഹ്ദിക സിറാത്തൻ സവിയ, നേരായ മാർഗത്തിലേക്ക് താങ്കൾക്ക് ഞാൻ മാർഗദർശനം കാണിച്ചു നൽകുന്നതാണ്. ഇവിടെ ഇബ്രാഹിം നബി അദ്ദേഹം സ്വയം പുകഴ്ത്തുകയാണ്. തനിക്ക് ഇൽമുണ്ട്, എന്തിനധികം തങ്ങൾ ഉപ്പയേക്കാൾ വിജ്ഞാനമുണ്ട് എന്നവിടെ പറയുകയാണ്. അതുപോലെ തന്നെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ്, ഈ മിസ്റിലെ ഖജനാവ്, അതിന്റെ സൂക്ഷിപ്പ് അത് എന്നെ ഏൽപ്പിക്കൂ. ഇന്നി ഹഫീദുൻ അലീം, തീർച്ചയായും ഞാൻ വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനാണ് എന്ന് സ്വയം പുകഴ്ത്തുകയാണ് ആര്? യൂസുഫ് അലൈഹിസ്സലാം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ നാട്ടിലുള്ള ആളുകൾക്ക് അതുവഴി ഉപകാരം ലഭിക്കുന്നതിന് വേണ്ടി, അവർക്കിടയിൽ നീതിയോടുകൂടി ആ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം സ്വയം പുകഴ്ത്തുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പുകഴ്ത്തുക എന്നുള്ളത്, ആത്മപ്രശംസ നടത്തുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ ചില മസ്ലഹത്തുകൾ, അതുകൊണ്ട് ചില നേട്ടങ്ങൾ, ദീനിയായ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ദുനിയവിയായ ചില നേട്ടങ്ങളൊക്കെ ജനങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ അത് നടത്താവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 3 ആളുകൾ വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയില്ല. അങ്ങനെ റസൂലിന്റെ ഇബാദത്തുകളെ കുറിച്ച് അവർ ചോദിക്കുകയുണ്ടായി. അങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അത് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഈ വന്ന ആളുകൾ അവർ പരസ്പരം പറഞ്ഞു, നമ്മളും റസൂലും എവിടെയാണ്? റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് അവർക്കതൊരു കുറവായി തോന്നുകയാണ്. എന്നിട്ട് അവരിൽ ഒന്നാമത്തെ വ്യക്തി പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അമ്മ അന ഫഇന്നി ഉസല്ലി ലൈല അബദ, ഞാൻ രാത്രി മുഴുവൻ നമസ്കാരത്തിലായിരിക്കും. മറ്റൊരാൾ പറഞ്ഞു, അന അസൂമു ദഹറ വലാ ഉഫ്തിർ, നോമ്പില്ലാത്ത ഒരു ദിവസവും എന്നിലൂടെ കടന്നു പോവില്ല, എല്ലാ ദിവസവും കാലാകാലം നോമ്പിലായിരിക്കും. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, അന അഅ്തസിലു നിസാഅ ഫലാ അതസവ്വജു അബദ, ഞാൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഇതൊക്കെ ഇബാദത്തിന് തടസ്സമാണെന്നാണ് ആ വന്ന വ്യക്തികൾ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർ പോയി റസൂലുള്ള വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യമൊക്കെ റസൂലിനെ അറിയിച്ചു. അങ്ങനെ റസൂൽ പിന്നീട് അവരെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ അവരോട് ചോദിച്ചു, അൻതുമുല്ലദീ ഖുൽതും കദാ വകദാ, നിങ്ങളായിരുന്നോ ഇന്ന തീരുമാനങ്ങളൊക്കെ എടുത്ത ആളുകൾ? എന്നിട്ട് റസൂൽ അവിടുന്ന് പറയുകയാണ്, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാ വഅത്ഖാകും ലഹ്, നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയക്കുന്നവൻ ഞാനാണ്, അതുപോലെ അള്ളാഹുവെ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവൻ ഞാനാണ്. ഇവിടെ റസൂൽ സ്വയം പുകഴ്ത്തുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആ വന്ന വ്യക്തികൾ അവർക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടി. ഏറ്റവും നന്നായി തഖ്വയുള്ള റസൂൽ, ആ റസൂലിന്റെ മാതൃകയല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും. എന്നിട്ട് റസൂൽ പറഞ്ഞു, ലാകിന്നി അസൂമു വ ഉഫ്തിർ, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എന്നിലൂടെ കടന്നു പോകാറുണ്ട്. വ ഉസല്ലി വ അർഖുദ്, ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട്, നമസ്കരിക്കാറുമുണ്ട്. വ അതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എന്റെ സുന്നത്തിൽ നിന്ന് അതിനോട് വിമുഖത കാണിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല, എന്റെ മാർഗത്തിലല്ല എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി എന്താണ് ചെയ്തത്? അവിടെ പുകഴ്ത്തി പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്. അത് അവിടെ ഒരു മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ടാണ് അപ്രകാരം ചെയ്തിട്ടുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വല്ലാഹി അല്ലാഹില്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മാ ഉൻസിലത് സൂറത്തുൻ മിൻ കിതാബില്ലാഹ് ഇല്ലാ അന അഅലമു അയ്ന ഉൻസിലത്, അല്ലാഹുവിന്റെ കിതാബിൽ ഒരു സൂറത്ത് അതെവിടെയാണ് ഇറങ്ങിയതെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്. അതുപോലെ വലാ ഉൻസിലത് ആയത്തുൻ മിൻ കിതാബില്ലാഹ് ഇല്ലാ അന അഅലമു ഫീമ ഉൻസിലത്, അത് ഏത് വിഷയത്തിലാണ്, ആരുടെ വിഷയത്തിലാണ് അത് അവതരിച്ചത് ഈ ആയത്ത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലൗ അഅലമു അഹദൻ അഅലമ മിന്നി ബികിതാബില്ലാഹ്, എന്നെക്കാൾ അല്ലാഹുവിന്റെ ഖുർആൻ അറിയുന്നവരായി മറ്റു വല്ലവരുമുണ്ട് എങ്കിൽ
അറിയുന്നവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തുബല്ലിഗുൽ ഇബിൽ ലറകിബ്തു ഇലൈ, അവിടേക്ക് പോകാൻ കഴിയുമെങ്കിൽ ഞാൻ വാഹനം കയറി അവിടേക്ക് പോകുമായിരുന്നു. അഥവാ അദ്ദേഹത്തിനേക്കാൾ ഖുർആനിന്റെ വിഷയത്തിൽ അറിവുള്ളവരായി ആരുമില്ല എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ്, പറയുകയാണ്, പ്രശംസ നടത്തുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിൽ നിന്ന് ഖുർആനിന്റെ വിജ്ഞാനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി. ആ ഒരു മസ്ലഹത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മദ്ഹുൻ നഫ്സ്, സ്വയം പുകഴ്ത്തുക, പ്രശംസിക്കുക എന്ന കാര്യം ചെയ്തിട്ടുള്ളത്. അത് നമുക്കും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ ആളുകളുമായി, മറ്റുള്ളവരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ചില ബിദ്അത്തിന്റെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന കിതാബുകൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കേൾവിക്കാരന്റെ അവന്റെ മനസ്സിലൊരു തൃപ്തി അറിയാൻ, ഇവൻ പഠിച്ച വ്യക്തിയാണ് എന്ന കാര്യങ്ങൾ അത് അവന് മനസ്സിലാകുന്നതിന് വേണ്ടി, ആ ഒരു മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിൽ പറയാവുന്നതാണ്. എന്നാൽ ഒരു വ്യക്തി അവൻ പൊങ്ങച്ചത്തിന്റെ പേരിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അതിങ്ങനെ എടുത്തു പറഞ്ഞാൽ അത് അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് പ്രത്യേകം തിരിച്ചറിയുക. ഇത്രയുമാണ് ആദ്യത്തെ 2 വരികൾ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ. നമുക്കൊന്നുകൂടി ആ വരികൾ വായിക്കാം. യാ സാഇലി അൻ മദ്ഹബി വഅഖീദതി, എന്റെ വിശ്വാസകാര്യത്തെക്കുറിച്ച്, വിശ്വാസകാര്യങ്ങൾ എന്റെ നിലപാടിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നവനെ, റുസിഖൽ ഹുദാ മല്ലിൽ ഹിദായത്തി യസ്അലു, അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നവന് അവൻ ഹിദായത്ത് നൽകുന്നതാണ്. ഇസ്മഅ കലാമ മുഹഖ്ഖിഖിൻ ഫീ ഖൗലിഹി, തന്റെ വാക്കുകളിലും നിലപാടുകളിലും അങ്ങേയറ്റം വിജ്ഞാനവും അറിവുമുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വാക്ക് നീ ശ്രദ്ധിച്ച് കേൾക്കുക. ലാ യൻസനി അൻഹു വലാ യതബദ്ദലു, ആ വാക്കിൽ നിന്ന്, ആ സംസാരത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറ്റി പറയുകയോ അത് തിരുത്തി പറയുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ അതിനുണ്ടാവുകയില്ല. ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കേട്ട കാര്യങ്ങൾ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.